ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ വന്ന് കേരളത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് തെലങ്കാന മുഖ്യമന്ത്രി നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ അഴിമതിയും ഭരണപരാജയവുമാണ് എന്ന് വിലപിക്കുന്ന അദ്ദേഹം ചില ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഷീജ ചേരുകയാണ്. ഷീജ, വിശദാംശങ്ങൾ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയ രേവന്ത് റെഡ്ഡി കേരളത്തെയും കേരള സർക്കാരിനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രത്യേകിച്ചും ജനക്ഷേമ മാതൃകകളെ കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രിയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവന്റെ കിടപ്പാടങ്ങൾക്ക് മീതെ ബുൾഡോസർ കയറ്റിയതിന് സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയും സാമൂഹ്യ പുരോഗതിയെക്കുറിച്ചും ജനക്ഷേമത്തെക്കുറിച്ചും കേരളത്തെ പഠിപ്പിക്കാൻ തയ്യാറാവുന്ന അദ്ദേഹത്തെ ഓരോ കാര്യമായി ആരോ കൃത്യമായ രീതിയിൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സുസ്ഥിരവും സർവ്വതല സ്പർശിയുമായ വികസനത്തിന്റെ വഴിയിലൂടെ കേരളം മുന്നേറുമ്പോൾ അതിനെ ആകെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുടെ വക്കാലത്താണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൽ അഴിമതിയും ഭരണപരാജയവുമാണ് എന്ന് വിലപിക്കുന്ന അദ്ദേഹം ചില ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കാൻ തയ്യാറാകണം എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. അതിൽ മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയാണ്. അതിൽ 79 പോയിന്റോടെ കേരളം രാജ്യത്ത് ഒന്നാമതായി തലയുയർത്തി നിൽക്കുമ്പോഴും തെലങ്കാന 6ാം സ്ഥാനത്താണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എങ്കിൽ പോലും സ്വന്തം ദൗർബല്യങ്ങൾ മറച്ചുവെച്ചാണ് രേവന്ത് റെഡ്ഡി കേരളത്തെയും കേരളീയരെയും അപഹസിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നീതി ആയോഗിന്റെ തന്നെ കണക്ക് പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് അത് 0.55%. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. പക്ഷേ തെലങ്കാനയിൽ ദാരിദ്ര്യം 5.88%. അതിദരിദ്രരായ മനുഷ്യരെ കൈപിടിച്ച് ഉയർത്തേണ്ട എന്ന് അവിടുത്തെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് തെലങ്കാനയോട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നതിൽ സാക്ഷരതാ നിരക്കിന്റെ കാര്യം ഉയർത്തി കാണിക്കുന്നുണ്ട്, ശിശുമരണ നിരക്കിന്റെ കാര്യം ഉയർത്തി കാണിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ അത് ഓരോന്നും ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് തെലങ്കാന മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത്. ശമ്പളവും പെൻഷനും നിരന്തരം മുടങ്ങുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിന് ഒന്നും പഠിക്കാൻ ഇല്ല എന്ന് വിനയപുരസരം അറിയിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ട്രഷറി അടഞ്ഞുകിടന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശികയായിരുന്ന UDF ഭരണം പഴങ്കഥയാക്കിയ കേരളത്തിൽ നിന്നും രേവന്ത് റെഡ്ഡിക്കാണ് ഭരണനിർവഹണത്തിന്റെ പാഠങ്ങൾ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും ജനക്ഷേമ മാതൃകകളെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി ഇതിലൂടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഷമി.